അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനെ നമ്മൾ സ്പെസിഫിക് ഫോബിയ എന്ന് പറയും. സ്പെസിഫിക് ഫോബിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ തോന്നുന്നു. മറ്റു സാഹചര്യങ്ങളെല്ലാം ഇവർ വളരെ നോർമലാണ്, ഒരു പ്രയാസവുമില്ല. ഈ ഒരു സംഭവത്തെ തുടർന്നാണ് അവർക്ക് ഈ ഫോബിയ ഉണ്ടാകുന്നത്. ഈ ഫോബിയ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകാറില്ല. ഈ ഫോബിയ, ഈ ഉത്കണ്ഠ രോഗത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ തലച്ചോറിലെ ഗാമ അമൈനോ ബ്യൂട്ടൈറിക് ആസിഡ് എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറവായിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയിൽ ഗാബയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു മനഃശാസ്ത്ര ചികിത്സയും ഇവർക്ക് വളരെ പ്രയോജനം ചെയ്യും. ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനിൽ ആദ്യത്തെ ഒരു 3 ആഴ്ച ഒരു റിലാക്സേഷൻ പരിശീലനം അവർക്ക് നൽകും. ശരീരം റിലാക്സ്ഡ് ആകാൻ, മനസ്സ് റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ പോലെയുള്ള എന്തെങ്കിലും ഒരു പരിശീലനങ്ങൾ 3 ആഴ്ച അത് പരിശീലിച്ച ശേഷം ഇവർക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സാഹചര്യം 1-ാം നമ്പർ, ഏറ്റവും കുറവ് ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് 10-ാം നമ്പർ. ഈ 10-ാം നമ്പർ സാഹചര്യം ഒന്ന് പരിചയപ്പെടുത്തി അവിടെ റിലാക്സ്ഡായിട്ട് അതുമായി പൊരുത്തപ്പെടാൻ ഒരു പരിശീലനം നൽകി. ഒരാഴ്ച കഴിയുമ്പോൾ 9-ാം നമ്പറിലേക്ക് പോയി, പിന്നെ 8-ാം നമ്പറിലേക്ക് പോയി. അങ്ങനെ ഘട്ടം ഘട്ടമായി ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇവർക്ക് നൽകുന്ന പരിശീലനമാണ് ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ.